തൃശ്ശൂർക്കാര് അമ്പിളിമാമനെ കണ്ട് മോഹിച്ചതാ. ആ അമ്പിളിമാമനെ കണ്ട് മോഹിച്ചപ്പോ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഇന്നിപ്പം തൃശ്ശൂർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു മോഹങ്ങൾ അല്ലെ? എങ്ങനെ ഉണ്ടാക്കിയതാ ബാബു ഈ സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന നല്ലവനാണ് സുരേഷ് ഗോപി, ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ് സുരേഷ് ഗോപി എന്നൊക്കെയുള്ള ഇമേജ് എങ്ങനെ ഉണ്ടാക്കിയതാ? പിന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിരവധി PR വർക്കിന് വേണ്ടി പല ചാനലുകളെയും ദുരുപയോഗിച്ച് സിനിമയില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്ന പറഞ്ഞത്. ഈ പണിക്ക് പിന്നെ പോണോ? ജനങ്ങളോട് വോട്ട് വാങ്ങി, ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി വോട്ട് തന്ന് അധികാരത്തിലെത്തി, മന്ത്രിയായി, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സമയം ചെലവഴിക്കുന്നതിന് പകരം ഈ മനുഷ്യൻ പറയാം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകും, പിന്നെ എന്തിനടോ ഈ പണിയെടുത്തത്, എന്തിനു വേണ്ടിയാ താങ്കൾ ഇതിൽ നിന്നത് എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കേണ്ടത്. യാതൊരു പ്രതിബദ്ധതയില്ലാത്തൊരു രീതിയിലേക്ക് തൃശ്ശൂർക്കാരെ ചതിച്ചു എന്ന് വേണം പറയാൻ ഇത്തരം വാർത്തകളിലൂടെ. അതായത് തൃശ്ശൂർക്കാർക്ക് മോദി സർക്കാർ അല്ലെങ്കിൽ മോദി കൊടുത്തൊരു ഗ്യാരണ്ടി ഉണ്ട്, തൃശ്ശൂരിനൊരു കേന്ദ്രം അല്ലെങ്കിൽ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനായിരിക്കും സുരേഷ് ഗോപി ജയിച്ചാൽ. ആ ഒരു വാക്ക് കേട്ടിട്ടായിരിക്കും മിക്കവാറും സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവാ. വേറൊരു കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. മന്ത്രിമാരെ കാരവനിലേക്ക്, മന്ത്രിയുടെ ഓഫീസ് കാരവനിൽ സെറ്റ് ചെയ്യുന്ന അതിന് പിന്നെ എന്താ പറയാ, ഞാൻ പണം മുടക്കും അല്ലെങ്കിൽ പണം മുടക്കും. പിന്നെ അയാളും തുടങ്ങി കുടുങ്ങിയതാവോ മിക്കവാറും. സുരേഷ് ഗോപി ഏതായാലും തുടങ്ങി കുടുങ്ങിയതായി. നമസ്കാരം. അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കും എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതിനോട് ഏകദേശം സാമ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ്, ഒരു പേരാണ് സുരേഷ് ഗോപി. കാര്യം വേറൊരു വിഷയം കൂടെ നമുക്ക് പറയാം, തുടങ്ങി കുടുങ്ങി എന്നുകൂടെ പറയാം. രണ്ടും ഇദ്ദേഹത്തിന് യോജിച്ചൊരു സംഭവമാണ്. മന്ത്രിയാവാൻ പെട്ട പാട്, അദ്ദേഹം എന്തോരം പാടപ്പെട്ടാണ് ശരിക്കും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് വന്നത്. ഇപ്പോ മന്ത്രി വേണ്ട, എനിക്ക് മന്ത്രിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരി കിട്ടിയാൽ മതി എന്നുള്ള കണ്ടീഷനിലേക്ക്. വല്ലാത്തൊരു കഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഇത്തരം ഒരു സംഭവം, ഒരു പദവി കിട്ടിയിട്ട് അത് വേണ്ട എന്ന് പറയുന്ന ഒരാള് സുരേഷ് ഗോപി ആയിരിക്കും എന്നാണല്ലേ? അത് അദ്ദേഹത്തിന്റെ ത്യാഗബുദ്ധി കൊണ്ടൊന്നുമല്ല, അദ്ദേഹം വിചാരിച്ചത് കിട്ടിയിട്ടില്ല എന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞ എന്താ, ഞാൻ ഇവിടെ കേരളത്തിൽ മാത്രം മന്ത്രിയാവില്ല, ഞാൻ തമിഴ്നാടിന്റെ, കർണാടകയുടെ, തെലങ്കാനയുടെ, ആന്ധ്രയുടെ, അങ്ങനെ 5-8 സംസ്ഥാനങ്ങളുടെ പേരൊക്കെ പറഞ്ഞയാളാണ്. അവിടെയൊക്കെ വിലസുന്ന മന്ത്രിയാവുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അവസാനം വന്നത് ഒരു കുറുനരിയുടെ വേഷത്തിലാണ്. അതിന് വേറെ കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ സാക്ഷാൽ മുരളീധരനും സുരേന്ദ്രനും അതുപോലെ തന്നെ ഉള്ള നേരത്തെ മന്ത്രിമാരായിരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ കുറുനരിമാര് മതി, യഥാർത്ഥ നരി വേണ്ടെന്ന് അവരും തീരുമാനിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയൊക്കെ ആക്കാന്നൊക്കെ പലരും വിചാരിച്ചിരുന്നെങ്കിലും ഒടുവിൽ കേരളത്തിലെ BJPയുടെ നേതാക്കളുടെ സമ്മർദ്ദം കാരണം അയാളെയും കുറുനരിയാക്കി മാറ്റി, സഹമന്ത്രിയാക്കി മാറ്റി. ആ സഹമന്ത്രി സ്ഥാനം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് സുരേഷ് ഗോപി ആദ്യം തന്നെ ഒന്ന് കൊതറി മാറിയിരുന്നു. സുരേഷ് ഗോപി ശ്രദ്ധിച്ചിരുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് വന്നു, മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഡൽഹിയിലേക്ക് പോകുമ്പോൾ അത് ഏറ്റെടുക്കുമോ ഏറ്റെടുക്കില്ലേ എന്നുള്ള തരത്തിലൊക്കെയുള്ള ചർച്ചകൾ സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അന്നേ പലരും ഇത് സ്മെല്ല് ചെയ്തതാണ്. ഈ സഹമന്ത്രി സ്ഥാനത്തോട് അദ്ദേഹത്തിന് വലിയ പ്രതിപത്തിയില്ല, ഏത് നിമിഷവും അദ്ദേഹം വിടും എന്നുള്ള ഒരു തോന്നൽ ആ ഘട്ടത്തിൽ തന്നെ അതിന്റെ സൂചന സുരേഷ് ഗോപി നൽകിയിരുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നതെന്ന് പറഞ്ഞാൽ 22 പടം ഉണ്ടെന്ന സുരേഷ് ഗോപി ആയ കാലത്ത്. അങ്ങനെയുണ്ടല്ലോ, സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായി ഹിറ്റ് പറഞ്ഞ് നടക്കുന്ന കാലത്ത് പോലും അയാൾക്ക് ഒരു 22 പടങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതി വന്നിട്ടില്ല. ഇപ്പം മനഃപൂർവ്വം ഊരാൻ വേണ്ടിയിട്ടാണ്, പിന്നല്ലാതെ അതിലെന്താ സംശയം? അല്ല, അതായത് എനിക്ക് ഇതിൽ വലിയൊരു സങ്കടം പറയാനുള്ളത് തൃശ്ശൂർക്കാരോടാണ് അല്ലെ. തൃശ്ശൂർക്കാര് ഈ സാധാരണ തൃശ്ശൂർക്കാര് അമ്പിളിമാമനെ കണ്ട് മോഹിച്ചതാ. ആ അമ്പിളിമാമനെ കണ്ട് മോഹിച്ചപ്പോ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഇന്നിപ്പം തൃശ്ശൂർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു മോഹങ്ങൾ അല്ലെ? എന്തൊക്കെയായിരുന്നു 5 മന്ത്രിമാരെ എന്റെ കീഴിലിട്ട് കളിപ്പിക്കുന്ന എന്തൊക്കെയായിരുന്നു 5 മന്ത്രിമാരെ ഒരുമിച്ച് ഭരിക്കുമെന്നാണ് പറഞ്ഞത് അല്ലെ. പാവം വലിയ കസബ് ഉത്തരീയമൊക്കെ ചാർത്തി മേൽമുണ്ടൊക്കെ ധരിച്ച് ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ 7ാം തമ്പുരാൻ
അല്ലെ? ആറാം അല്ല, ക്ഷേത്രം ചുറ്റിലാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം കൊണ്ട് അദ്ദേഹം ക്ഷേത്രം ചുറ്റിക്കോട്ടെന്നേ ആളുകളുടെ ഭക്തിയുടെ കാര്യമാണ്. പക്ഷെ ഇതെന്തോ ഒരു കെട്ടുകാഴ്ചയായിട്ട് ഇതിന് കൂടെ PR വർക്കിന്റെ ടീമിനെയും കൊണ്ട് ഇതാണ് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം എന്നുള്ള നിലയിലൊക്കെ അപഹാസ്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പെരുമാറുക എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയാണ് അതിന്റെ അടിസ്ഥാന അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ ഒരു ജനപ്രതിനിധി പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നമ്മൾ കണ്ടല്ലോ, ഒരു മന്ത്രിയാണല്ലോ അദ്ദേഹം, ക്യാബിനറ്റ് റാങ്ക് ഇല്ലെങ്കിലും ഒരു മന്ത്രിയാണ്, ഒരു സഹനാണ്. ആ സഹന്റെ റോൾ എന്തായിരുന്നു? ഈ രാജ്യം വിറങ്ങലിച്ചു നിന്ന ഒരു ഉരുൾപൊട്ടൽ ദുരന്തം വയനാട്ടിലുണ്ടായപ്പോൾ എന്തായിരുന്നു ആ മനുഷ്യന്റെ റോള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനോട് എന്തൊക്കെയോ ഫ്രസ്ട്രേഷനോട് കൂടി പറയുന്ന, ഇതൊക്കെ ഒരു ദുരന്തമാണോ എന്ന് പോലും പറയുന്ന തരത്തിൽ, അതൊക്കെ സമയത്തിന് പ്രഖ്യാപിക്കുമെന്നൊക്കെ പറയുന്ന തരത്തിൽ തറവാട്ടിനടുത്ത് കൊടുക്കുകയാണോ ഇവരുടെയൊക്കെ? ഈ നാട് കാണുന്ന വലിയ ദുരന്തത്തിൽ ചെയ്യേണ്ട ആളുകൾ അതിന്റെ പ്രവൃത്തികൾ ചെയ്യണം. അതിനെ സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്ത് പത്രക്കാരോട് ചൂടായിട്ട് കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു വി മുരളീധരൻ കുറച്ചുകൂടെ ഭേദമായിരുന്നു. അയാൾക്ക് കുറച്ചുകൂടി ട്രാക്ക് ഉണ്ടെന്നേ അല്ലേ? ഇയാളെ മാതിരി സുരേഷ് ഗോപി എന്നുള്ള ഈ ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു നല്ല നടനാണ് എന്ന് വീണ്ടും കുറെ ആളുകൾക്കൊരു വിചാരമുണ്ട് രാഷ്ട്രീയക്കാരാകെ മോശമാണ്, രാഷ്ട്രീയക്കാരല്ലാത്തവർ നല്ലവരായിരിക്കും. ഇയാള് എങ്ങനെ ഉണ്ടാക്കിയതാ ബാബു ഈ സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന നല്ലവനാണ് സുരേഷ് ഗോപി, ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ് സുരേഷ് ഗോപി എന്നൊക്കെയുള്ള ഇമേജ് എങ്ങനെ ഉണ്ടാക്കിയതാ? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിരവധി PR വർക്കിന് വേണ്ടി പല ചാനലുകളെയും ദുരുപയോഗിച്ച് അതിലൂടെ പണമിറക്കിയിട്ടുണ്ടാക്കിയ ഒരു ഇമേജാണ്. ഇവിടെ എത്ര പേർക്കറിയാം സുരേഷ് ഗോപി ആളുകൾക്ക് കൊടുത്തില്ല എന്നൊന്നുമില്ല, സിനിമാ മേഖലയിലും മറ്റുമൊക്കെ ആയിട്ടുള്ള കുറെ ആളുകൾ. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു ഇമേജ് ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പല കാര്യങ്ങളിലും പോയി ഇടപെട്ടിട്ടുണ്ട്, മറിയക്കുട്ടിയുടേത് ഉൾപ്പെടെ. അങ്ങനെയല്ലാന്ന് പറയുന്നില്ല, പക്ഷേ അതൊന്നും പോരാ ഒരു ജനപ്രതിനിധിക്ക് എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നിഷ്കളങ്കരായ തൃശ്ശൂരിലെ വോട്ടർമാരെ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? ഇനി സുരേഷ് ഗോപി ഇതേപോലെ ഷോക്കി തൃശ്ശൂർ വരുമ്പോൾ മടങ്ങി പോകുമ്പോൾ അവിടെ ചാണകം കലക്കി തളിക്കാൻ നിങ്ങൾ മടിക്കരുതെന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ആ രീതിയിലാണ്, അപഹാസ്യമായ രീതിയിലുള്ള പെരുമാറ്റമാണ്. സിനിമയില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്ന പറഞ്ഞത്. ഈ പണിക്ക് പിന്നെ പോണോ? ജനങ്ങളോട് വോട്ട് വാങ്ങി, ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടി വോട്ട് തന്ന് അധികാരത്തിലെത്തി, മന്ത്രിയായി, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സമയം ചെലവഴിക്കുന്നതിന് പകരം ഈ മനുഷ്യൻ പറയാ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പിന്നെ എന്തിനടോ ഈ പണിയെടുത്തത്, എന്തിനു വേണ്ടിയാ താങ്കൾ ഇതിൽ നിന്നത് എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന, ഈ പറയുന്ന രീതിയിൽ വലിയ ആനക്കം അപ്പുറത്ത് ഇരിക്കാമെന്ന് കരുതി അധികാരത്തിന്റെ വെൺകൊറ്റക്കുട ചൂടി വെഞ്ചാമരം വീശി സിംഹാസനത്തിൽ ഇരിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഈ പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവസാനം ഈ പറയുന്ന രീതിയിലുള്ള ഒരു തകരപ്പാട്ടയാണ് ഇരിക്കാൻ കിട്ടിയെന്ന് കണ്ടപ്പോ അതിനുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. തൃശ്ശൂർക്കാര് ശരിക്കും വലിയ പ്രതീക്ഷയോടെയാണ് ഇദ്ദേഹത്തെ ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് വരവേറ്റത്. കാര്യം ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയും. ഇപ്പോ അവർക്ക് മുരളീധരനെ പറ്റില്ല, സുനിൽകുമാറിനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം കേരളത്തിൽ എന്തൊക്കെയായിരുന്നു ഓടിയെത്തുന്നു. സുരേഷ് ഗോപി അവിടെ ഓടിയെത്തുന്നു, പൂരപ്പറമ്പിൽ ഓടിയെത്തുന്നു. വോട്ടിംഗ് സമയം 29 അരി എവിടെയാണ് തൃശ്ശൂർക്കാരോട് എനിക്ക് തൃശ്ശൂർക്കാരോട് കാര്യം ചോദിക്കാണ്ട് 29 അരി എവിടെയാണല്ലോ? അരിയുടെ വണ്ടി ഇപ്പൊ കാണുന്നുണ്ടാവും. ഇല്ലല്ലോ. ഭാരതരി എവിടെ? തൃശ്ശൂർക്കാരെ നിങ്ങൾ വാങ്ങി ഇപ്പൊ പുഴുങ്ങി തിന്നുന്നുണ്ടോ? പരിശോധിക്കേണ്ട കാര്യമാണത്. കാരണം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് നീലച്ചായം തേച്ച് വരുന്ന ആളുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയം യാതൊരു പ്രതിബദ്ധതയില്ലാത്തൊരു രീതിയിലേക്ക് തൃശ്ശൂർക്കാരെ ചതിച്ചു എന്ന് വേണം പറയാൻ ഇത്തരം വാർത്തകളിലൂടെ. അതായത് തൃശ്ശൂർക്കാർക്ക് മോദി സർക്കാർ അല്ലെങ്കിൽ മോദി കൊടുത്തൊരു ഗ്യാരണ്ടി ഉണ്ട്. തൃശ്ശൂരിനൊരു കേന്ദ്രം അല്ലെങ്കിൽ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനായിരിക്കും സുരേഷ് ഗോപി ജയിച്ചാൽ. ആ ഒരു വാക്ക് കേട്ടിട്ടായിരിക്കും മിക്കവാറും സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ വേറൊരു കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ 79 മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. 79 മണ്ഡലങ്ങളിൽ വിജയിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഈ പറയുന്ന ആദ്യം പറഞ്ഞ വോട്ടിന്റെയും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടിന്റെയും വ്യത്യാസത്തിൽ ഈ പറയുന്ന കേരളത്തിലെ ഒരു മണ്ഡലമുണ്ടെന്നും ആ മണ്ഡലം തൃശ്ശൂരാണെന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിനെ സംബന്ധിച്ച് വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നതേ തൃശ്ശൂർക്കാരെ നല്ല രീതിയിൽ പറ്റിച്ചു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരെന്താണ് സ്നേഹനിധിയായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തും എന്ന്. ഇനിയിപ്പോ സിനിമാ സെറ്റിൽ കാരവളിൽ പോകേണ്ടി വരും.
അല്ല കാര്യം പറയല്ലോ. മന്ത്രിമാരെ കാരവനിലേക്ക് മന്ത്രിയുടെ ഓഫീസ് കാരവനിൽ സെറ്റ് ചെയ്യുന്ന അതിന് പിന്നെ എന്താ പറയാ, ഞാൻ പണം മുടക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പണം മുടക്കും. അയാൾ കുടുങ്ങി. പിന്നെ അയാളും തുടങ്ങി കുടുങ്ങിയതാവോ? സുരേഷ് ഗോപി ഏതായാലും തുടങ്ങി കുടുങ്ങിയതായി. അല്ല, അതായത് ഈ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി നല്ലൊരു നടനാണ്, നല്ല സ്വഭാവത്തിനുടമയാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം പൊളിറ്റീഷ്യൻ, നല്ലൊരു പൊളിറ്റീഷ്യൻ അല്ലാതെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ പലപ്പോഴും വരുന്നുണ്ട്. കാര്യം വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ശരിക്കും കേന്ദ്രമന്ത്രി എന്നുള്ള സ്ഥിതിക്ക് എന്തായാലും അദ്ദേഹം ആദ്യം പോകണ്ടായിരുന്നു. പോയിട്ട് എന്താ നടത്തിയ, അവിടെ പ്രസ്താവന നടത്തിയ ഒരു ഇത് ഇപ്പൊ എടുത്തു പറയേണ്ടത്, കേന്ദ്രത്തിൽ നിന്ന് ഒരു വിഹിതം പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോ പ്രധാനമന്ത്രി വന്നിട്ട് എന്താ ഉണ്ടായേ, ശരിക്കും വയനാട്ട് വന്ന് പോയി എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് സഹായം ഒന്നും പ്രഖ്യാപിച്ചില്ല. അപ്പൊ ഞാൻ സുരേഷ് ഗോപിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് സുരേഷ് ഗോപി എന്നുള്ള ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു പദവി നിലനിൽക്കെ അദ്ദേഹത്തിന് ശരിക്കും നല്ല രീതിയിലേക്ക് ഒന്ന് ആശ്വസിപ്പിക്കാവുന്ന ഒരു മേഖലയായിരുന്നു ശരിക്കും വയനാട് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പതനം തുടങ്ങുന്നത്. കാര്യം അവിടെ ആളുകളൊക്കെ വെറുത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പോയി. ശരിക്കും ഒന്നാമത്തത് ഈ പാർട്ടിയെ ആളുകൾക്ക് എന്താണ് കൂടുതലായിട്ട് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം നിലനിൽക്കുക. അങ്ങനെയൊന്നും ഇവിടെ ഈ പറയുന്ന രീതിയിൽ വളരാനൊന്നും സുരേന്ദ്രനും മുരളീധരനും ഒന്നും സമ്മതിക്കില്ല. അവരൊക്കെ ഇതിൽ കുറെ കാലമായിട്ട് കയ്യിൽ കുത്തുന്നവരാണല്ലോ. അവരൊക്കെ ഈ സഹമന്ത്രിയോളമേ വളർന്നിട്ടുള്ളൂ എന്ന് വരുമ്പോ അതുക്കും മേലെ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റക്കൊമ്പനായിട്ട് ഒരു കൊമ്പ് മുറിക്കാൻ അവർക്കറിയാം. അല്ല, എന്തെല്ലാം സിനിമയായിട്ടാണ് ഇനി വരാൻ. എന്തെല്ലാം നാടകങ്ങളായിരുന്നു തൃശ്ശൂർ പൂരത്തിനെ കണ്ടത്. രാത്രി ആംബുലൻസിൽ വന്നിറങ്ങുന്നു അല്ലെ, അവിടെ വന്ന് മദ്യങ്ങള് എന്റെ ആളുകളെ എന്താണ് പറയാ, മനുഷ്യസ്നേഹികളല്ലാത്ത ആളുകളോട് ഞാൻ പറയുന്നത്. മനുഷ്യസ്നേഹികളായ ആളുകളൊന്നും ഇത് കേൾക്കില്ല. അതായത് മനുഷ്യസ്നേഹികളല്ലാത്ത ആളുകളാണ് പറയുന്നത്. മതം ആണ് ഇവിടെ വലിയ പ്രശ്നമായി വരുന്നത്. മനുഷ്യനാണ് ഇവിടെ വലുത്, മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളാണ് വലുത് എന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കണം നിങ്ങൾ അല്ലേ. ആ തൃശ്ശൂർ പൂരം എത്രയോ കാലമായിട്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഉത്സവം. ഒരു കുഴപ്പമില്ലാതെല്ലാം ഇയാൾക്ക് വേണ്ടിയിട്ട് ബോധപൂർവം അതിൽ കുഴപ്പമുണ്ടാക്കി, അതിലവിടെ ഒരു സ്റ്റാർ പരിവേഷം ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടല്ലോ. ഒരു വോട്ട് ബാങ്ക് മറഞ്ഞു ശരിക്കും ഇല്ലാന്ന് പറയുന്നില്ല. അതായത് അപ്പോ പറയാനുള്ള വിഷയം തുടങ്ങി കുടുങ്ങി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ ശരിക്കും സുരേഷ് സാർ നിൽക്കുന്നത്. കാര്യം എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ പ്ലീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. എന്തായാലും ബാബു, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ എടുത്തു നോക്കൂ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് 3-4 മാസമായി. എന്താണ് അതിന്റെ ഭാഗമായി കേരളത്തിലേക്ക് ഒരു 10 രൂപയുടെ പ്രൊജക്ട് ബജറ്റ് അവതരിപ്പിച്ചല്ലോ നിർമ്മലാ സീതാരാമൻ. 10 രൂപയുടെ പ്രൊജക്ട് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയോ? ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ അതിന് മറുപടി പറഞ്ഞാൽ ഇപ്പൊ ആയതല്ലേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആയി വരികയാണ്. 5 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാ പറയാ, ആയി വന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും തൃശ്ശൂർക്കാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. എന്താണ് പറയാ, നിങ്ങൾ പറയായിരിക്കും നല്ലത് കുറച്ചുകൂടെ. അല്ല, അത് ഏതായാലും ചെയ്തത് ചെയ്തു. ഞാൻ പറഞ്ഞല്ലേ, ഇനി ഇത്തരത്തിലുള്ള ഒരു അബദ്ധത്തിലേക്ക് തൃശ്ശൂർക്കാർ പോകരുത് എന്നാണ് പറയാനുള്ളത്. തിരിച്ചു വിളിക്കാനുള്ള നിയമമൊന്നും നമ്മുടെ കയ്യിലില്ല. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ ചെയ്ത വോട്ട് പാളിപ്പോയി, അതുകൊണ്ട് ഈ ജനപ്രതിനിധി ഞങ്ങൾ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നില്ല എന്ന് പറഞ്ഞ് റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന തരത്തിൽ ഒരു ജനപ്രതിനിധിയെ തിരിച്ചു വിളിക്കാനുള്ള അവകാശമൊന്നും നമുക്ക് തന്നിട്ടില്ല ഇന്ത്യൻ ജനാധിപത്യം. എന്നതുകൊണ്ട് ചെയ്തിടത്തോളം കാര്യങ്ങൾ നമ്മൾ സഹിച്ചു പോവുക, അയാൾ ജനപ്രതിനിധിയായി കാട്ടിക്കൂട്ടുന്നതൊക്കെ സഹിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് തൃശ്ശൂർക്കാരോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്. അപ്പോ നന്ദി, നമസ്കാരം.